ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ച ആയിട്ട് ഗെയിമിൽ മെയിൻ്റെനൻസ് ആയിട്ട് എന്തൊക്കെയാണ് അവൈലബിൾ ആവാൻ ചാൻസ് ഉള്ളത് നോക്കാനാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാഴ്ച നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ഉണ്ട്. പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെ തുടങ്ങാം. നമുക്ക് ഈ ആഴ്ച ഏത് പ്ലെയർ ഓഫ് ദി കാർഡ്സ് ഒക്കെ ആയിരിക്കും വരിക നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൊണാമി ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്ലേയേഴ്സിൻ്റെ ഒരു ഷാഡോ പുറത്തു വിട്ടിട്ടുണ്ട്. 3 പേര് ഒരെണ്ണം നമ്മുടെ അറോഹയാണ്, അതിനാണ് മനസ്സിലാവുന്നുണ്ട്. മൂപ്പര് എന്തായാലും വരും. കാരണം അവസാന മിനിറ്റിൽ നമ്മുടെ ഗിറോണയ്ക്കെതിരെ ഗോൾ അടിച്ച് ബാഴ്സേനെ വിജയിപ്പിച്ചാണ്. ഒരു സെൻട്രൽ ഫോർവേഡ് റോൾ പോലെയാണ് ആൾ കളിച്ച്. മേ ബി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ ആയിട്ടായിരിക്കും അറോഹോനെ കൊണ്ടുവരാൻ. എന്തായാലും സെൻട്രൽ ബാക്കാർഡ് ആവാൻ ചാൻസ് ഇല്ല. ഇനി ചിലപ്പോൾ സെൻട്രൽ ഫോർവേഡ് ആയിട്ട് കൊണ്ടുവന്നാലും പറയാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരെണ്ണം ഫസ്റ്റ് ടൈം ഷോട്ട് പറഞ്ഞ സ്കില്ലിൽ വരുന്നുണ്ട്. അത് നമ്മുടെ ഗ്രീൻവുഡ് ആണ്. ഗ്രീൻവുഡ് 4 ഗോളാണ് നമ്മുടെ ഒളിമ്പിക് മാർസിലേക്ക് വേണ്ടി സ്കോർ ചെയ്തത്. ചെക്കൻ അറിയാലോ, പെസ്സിലെ കാലത്തൊക്കെ നമ്മുടെ ഗോൾഡ് ബോള് ആളുടെ ഒരു വികാരമായിരുന്നു. ഗോൾഡ് ബോൾ വെച്ചൊരു വികാരമായിരുന്നു ഗ്രീൻവുഡ്. പിന്നെ ആളുടെ കുറച്ച് ഇത് കാരണമുണ്ട്, കടി കാരണമുണ്ട് ആൾ കുറച്ച് ബാനും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ തിരിച്ചു വന്നു യുണൈറ്റഡിൽ നിന്ന് പോയിട്ട് നേരെ ഒളിമ്പിക് മാർസിലയിൽ അവിടെ കിട്ടില്ല ഫോമിലാണ്, ഒരു രക്ഷയില്ല. ചെക്കൻ എന്തായാലും ഒരു കിടിലൻ കടഞ്ഞാണ് വരാൻ പോണത്. നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടായാൽ അതായിരുന്നു പണ്ടത്തെ വൈബിക്കെത്തി അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഒരെണ്ണം കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ കൈ നോക്കിയിട്ട് അത് നമ്മുടെ മഗ്യൂറാണ് ഗൈസ്. നമ്മുടെ ലിവർപൂളിനെതിരെ യുണൈറ്റഡിന്റെ വിജയ ഗോൾ നേടിയ മഗ്യൂറിന്റെ ഒരു കാർഡും വരുന്നുണ്ട്. ഈ 3 കാർഡും എന്തായാലും കൺഫേം ആണ്. ഞാൻ വിചാരിച്ച അവസാനം കാണിച്ച് ഞാൻ ആദ്യം നിക്കോപാസ് വിചാരിച്ചു. നിക്കോപാസ് എന്തായാലും വരും പ്രാവശ്യം. കാരണം കിടിലൻ പെർഫോമൻസ് ആണ് ഓൾറെഡി സിരിയയിൽ. അതും ഈ ആഴ്ച ഒരു ഗോൾ സ്കോർ ചെയ്ത് ഒരു അസിസ്റ്റും വെച്ചു. എന്തായാലും മഗ്യൂറും ഗ്രീൻവുഡും അതുപോലെ തന്നെ നമ്മളുടെ അറോഹ എന്തായാലും വരുന്നുണ്ട് ഗൈസ്. ഈ 3 പേരാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൊണാമി പുറത്ത് വിട്ടിരിക്കുന്നത്. അത് പോരാതെ തന്നെ നമ്മുടെ ഹാലൻഡ് വരുന്നുണ്ട്. ഹാലൻഡ് എന്തായാലും വരും, ഉറപ്പാണ്. ഹാലൻഡിന്റെ കാർഡ് എന്തായാലും ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ഇറക്കി വിടും. ആഴ്ചയിൽ ഇറക്കിയാൽ കുളഞ്ഞാവുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഹാലൻഡിന്റെ എന്തായാലും ഇറക്കിയുണ്ട്. കറന്റ് ആൾ എത്ര അടുപ്പിച്ച് 12ാമത്തെ ആളായിട്ട് സ്കോർ ചെയ്ത്. ഇനി ഒരെണ്ണം കൂടി അടിച്ചു കഴിഞ്ഞാൽ റൊണാൾഡോയുടെ റെക്കോർഡ് വിട്ടിട്ട് അത് ആള് എടുക്കും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ റാഫേലിയോ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ഗോൾ, ഒരു പെനാൽറ്റിയും ഒരു ബോക്സ് ഔട്ട്സൈഡ് ബോക്സ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. റാഫേലിയോയുടെ കാർഡ് എന്തായാലും വരും. അതുപോലെ തന്നെ അറോഹ മഗ്യൂർ പറഞ്ഞു. കെയിൽ വാൾക്കറിന്റെ ബേൺലിയുടെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അതെനിക്ക് അറിയില്ല എത്രത്തോളം ഇതാവുന്നത്. അതുപോലെ തന്നെ സിയോൺ സുസുക്കി നമ്മുടെ യുവന്റസിന്റെ ഗോൾ കീപ്പറാണ്, ആള് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മൗസോണിന്റെ വേറൊരു പ്ലെയർ, പിന്നെ ഗ്രീൻവുഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മുടെ നിക്കോപാസ് AMF കാർഡാണ് വരാൻ ചാൻസ്. നിക്കോപാസിനെ ആയിരിക്കും ചാൻസ് കൂടുതൽ. നമ്മുടെ കോമ എഫ്സിയുടെ പ്രത്യേകിച്ച് ഇപ്പോൾ പാർട്ട്ണർ ക്ലബ് കൂടെ ഉണ്ട്, വരാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അതും പോരാണ്ട് നമ്മുടെ മുഖ്യയിലെ ഏതാ പ്ലെയർ എന്ന് എനിക്ക് അറിയില്ല. സെൻട്രലാൻഡിന്റെ പ്ലെയർ ആണ്. അതുപോലെ തന്നെ ജോഷും വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ചെൽസിയുടെ സെൻറ്റർ ബാക്ക്. ഇത്രയാണ് ഒരു പ്ലെയർ ഓഫ് ദീക്കിൻ്റെ നോക്കുമ്പോൾ. മറ്റേത് കാണിക്കുന്നത് ഒരെണ്ണം നിക്കോ ബെരലുണ്ട്, നമ്മളുടെ അല്ലാണ്ട് ആഡ് ചെയ്തൊരു പ്ലെയർ. അതുപോലെ തന്നെ എമിലിയാനോ വീണ്ടിയോ, ഇത്രയൊക്കെ പ്ലേയേഴ്സ് തന്നെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, പ്ലെയർ ഓഫ് ദി വീക്ക് 3 പ്ലേയേഴ്സ് മെയിനായിട്ട് ഇപ്പോൾ കൊണാമി പുറത്തെടുക്കുകയാണ്. മഗ്യൂർ, ഗ്രീൻവുഡ്, അതുപോലെ തന്നെ അറോഹോ. ഈ 3 കാർഡ് എന്തായാലും വരും. വെർത്തി പാക്കാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ബിലോ ആവറേജ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റേറ്റിംഗ് റേറ്റ് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ്, നമുക്ക് ഈ ആഴ്ച വരാൻ പോകുന്നത് നമ്മുടെ AC മിലാന്റെ ആനിവേഴ്സറി ആണ്. അതിന്റെ ഭാഗമായിട്ട് എന്തായാലും വേൾഡ് ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC മിലാന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ആഴ്ച തന്നെ ആയിരിക്കും അത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് റൗണ്ട് 1 റൗണ്ട് 2 ഈ വരുന്ന ഒക്ടോബർ 23 തൊട്ട് 29 വരെ ഉണ്ടാവും. റൗണ്ട് 3 ഒക്ടോബർ 30 മുതൽ 2 വരെ ഉണ്ടാവും. പിന്നെ നമ്മുടെ റീജിയണൽ ക്വാളിഫയേഴ്സ് നവംബർ 15 മുതൽ ഉണ്ടാവുമായിരിക്കും. എല്ലാം ഓൺലൈനാണ്, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ക്ലബ് ഫൈനൽസ് ഒക്കെ ഡിസംബർ 20, 2025 അവസാനം ആയിരിക്കും എന്തായാലും. നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. കിഡ്ലൻ സ്കോഡും അത്യാവശ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തോ, നല്ലതാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവിടുത്തെ പ്ലേയേഴ്സിനാണ് അവിടെ സ്റ്റേഡിയത്തിൽ പോവുക, നിങ്ങൾക്ക് കപ്പടിക്കുകയാണെങ്കിൽ കേട്ടോ. എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും മാക്സിമം എല്ലാവരും കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും AC മിലാൻ്റെ ഈ ആനിവേഴ്സറി ഭാഗമായിട്ട് എന്തായാലും ഒരു പാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച അവരിപ്പോൾ ക്ലബ് പാക്കുകളാണ് ഇറക്കി വിടുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാക്ക് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച വന്നല്ലോ നമ്മുടെ ഫെർഡിനാൻഡ്, അതുപോലെ തന്നെ നമ്മുടെ റൂണി ഫ്ലക്ചറും വന്നല്ലോ. അതുപോലെ തന്നെ ഈ ആഴ്ച നമ്മുടെ AC മിലാൻ്റെ ഒരു പാക്ക് വരാനായിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇത് ഒഫീഷ്യൽ അല്ല, എന്നാലും ആനിവേഴ്സറി ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ യുണൈറ്റഡിന്റെ പാക്കൊക്കെ ഇറക്കി വിട്ട ഒരു ഇത് നോക്കുമ്പോൾ, എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഈ ആഴ്ച നമുക്ക് AC മിലാന്റെ പാക്ക് ഒരു അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റൂമറായിട്ട് കാണിക്കുന്ന നമ്മുടെ ഗൊട്ടൂസോ, പനൂച്ചി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ എബിറ്റി, നമ്മുടെ AC മിലാന്റെ ഗാർഡിയൻസ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഡിഫൻഡർ, അതുപോലെ തന്നെ ഗോൾ കീപ്പർ വരാനാണ് ചാൻസ് കൂടുതൽ. അല്ലെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ വില്യം ബാറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. വാൻ ബാസ്റ്റിനും ഗുള്ളിറ്റും റൈക്കാർഡൊന്നും വരാൻ ചാൻസ് കുറവാണ്. കാരണം അവരെ കാർഡ് ഈ അടുത്തൊക്കെ ഇറക്കി വിട്ടതാണല്ലോ. അപ്പോൾ എന്തായാലും
വരാത്ത പ്ലേയേഴ്സ് വരാനായിരിക്കും ചാൻസ്. സോ ഇപ്പം എന്തായാലും സ്ട്രോങ് റൂമറായിട്ട് നമ്മുടെ അബിയറ്റി, പനൂച്ചി, അതുപോലെ തന്നെ ഗട്ടൂസയാണ്. സോ എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കുക. AC മിലാന്റെ കാർഡായിരിക്കും മിക്കതും വരാൻ ചാൻസ് കൂടുതൽ. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഇപ്രാവശ്യം റൂമറുള്ള നമ്മുടെ റൊണാൽ കുയിമാൻ ഉണ്ടല്ലോ, കുയിമാന്റെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. അതും ആളുടെ ഒരു ലോ സ്ക്രീമർ പ്ലസ് വിഷണറി പാസ് പറഞ്ഞ സ്കില്ലുള്ള സെന്റർ ബാക്ക് ആണ്. എനിക്ക് അറിയാലോ കുയിമൻ വെച്ചതിനാൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ഡിഫൻഡർ ആണ് എൻ്റെ ഒരു അറിവില്ല. അതെ അപ്പോൾ കുയിമാൻ്റെ ഒരു കിടലൻ ആള് ഏസ് എ പ്ലെയർ ആള് ചാമ്പ്യനാണ്. കോച്ച് ആള് അത്യാവശ്യം അടിപൊളി. ഞാൻ നെതർലാൻഡ്സിനൊക്കെ ബാഴ്സയിൽ വന്നപ്പോൾ കുറച്ച് ഇതായി പോയി. നെതർലാൻഡ്സിലാള് മികച്ചൊരു കോച്ച് തന്നെയാണ് എൻ്റെ ഒരു അറിവിൽ കേട്ടോ. എൻ്റെ അറിവിൽ തന്നെ എനിക്ക് വലിയ മോശമായിട്ട് തോന്നിയില്ല. എന്തായാലും ആളുടെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. എത്രത്തോളം ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വരും, ഉറപ്പാണ്. ഈ അടുത്ത് തന്നെ ഇറക്കി വിടുമായിരിക്കും. അപ്പോൾ എന്തായാലും കുയിമേൻ്റെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നാളെ അവർ ഫിർട്ടി വന്ന പോലെ ചിലപ്പോൾ നെട്ടിച്ച് കൊണ്ടുവന്ന് വരാം കുയിമേൻ്റെ കാർഡ്. ബട്ട് ലോ സ്ക്രീമർ പ്ലസ് അറിയാലോ വിഷണറി പാസ്സാണ്. അപ്പോൾ DMF റോഡിലൊക്കെ ഇട്ട് കളിപ്പിക്കാനായിട്ട് ഒന്നൊരു ബെറ്റർ CB വരികയാണെങ്കിൽ തന്നെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഹെലോവിൻ ക്യാമ്പയിൻ ആണ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവസാന വർഷം ആഴ്സണലിൻ്റെ പ്ലേസിനെ കൊണ്ടുപോകും. നമ്മുടെ ഹെവേർട്സിന് ലെഫ്റ്റ് ബാക്ക്, അതുപോലെ തന്നെ ബാക്കിലുള്ള ആളെ ഫ്രണ്ടിൽ CF ആക്കി ഇടുക, മറ്റേ അങ്ങനത്തെ കുറച്ച് പരിപാടിയിലൊക്കെ കൊണ്ടുപോകത്തില്ലേ ഹെലോവിൻ ക്യാമ്പയിൻ. സോ അതെന്തായാലും ഈ മാസം അവസാനമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ആഴ്ച തന്നെ അവർ അതിൻ്റെ ഇത് കൊണ്ടുപോകുന്ന വരാം, ക്യാമ്പയിൻ കൊണ്ടുപോകുന്നത് വരാം. അതിൻ്റെ ഭാഗമായിട്ടും കുറച്ച് എപ്പിക്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പിന്നെ AC മിലാൻ്റെ ഇതായിട്ട് ചിലപ്പോൾ പ്രീ എപ്പിക്സിൻ്റെ വല്ല ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാഭം. ചിലപ്പോൾ കൊണ്ടുള്ളൂ, ഉറപ്പൊന്നുമില്ല. അപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്. ഹലോവിൻ ക്യാമ്പയിൻ ആയിട്ട് എന്തായാലും ക്യാമ്പയിൻ കൊണ്ടുവരും. ഒരു കുറച്ച് കോയിൻസും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള കാർഡ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട്. അതമ്മമാരും മൈൻഡ് ചെയ്യാൻ പോകാറൊന്നുമില്ല, എങ്കിൽ കൂടി വരും എന്ന് പറയാൻ കേട്ടോ, വേറെ ഒന്നല്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസസ് പറയാനായിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ ആഴ്ച വന്ന് നിങ്ങൾക്ക് പാക്കും കാര്യങ്ങളൊക്കെ അറിയാലോ നമ്മുടെ ഇനിയസ്റ്റയുടെ ഒക്കെ. സോ അതിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്ക്. അപ്പോൾ എന്തായാലും ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റൂമർ പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ഗൈസ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.